എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓഡിയോ പ്രേമികൾക്കിടയിൽ ഇപ്പോൾ വലിയ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു കിഡിലൻ ആംപ്ലിഫയർ ബോർഡിനെ കുറിച്ചാണ്. ഈ സെറ്റ് HT21 ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നല്ല പഞ്ച് ബാസും ക്ലിയർ സൗണ്ടും ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും കൂടി തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണിത്. ഈ ഒരു ബോക്സിന്റെ അകത്ത് ഇതിന്റെ സ്പേസറുകളും നോബുകളും സ്ക്രൂസും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അത്യാവശ്യം നല്ല വെയിറ്റിലും നല്ല ക്വാളിറ്റിയിലും വരുന്ന ആംപ്ലിഫയർ ബോർഡും പിന്നെ അതിന്റെ മുകളിലത്തെയും താഴത്തെയും ഔട്ടർ കവറുകളും ഉണ്ട്. ഇതിന്റെ മൊത്തം ഔട്ട്പുട്ട് വരുന്നത് 540 വാട്ട്സ് ആണ് കേട്ടോ. അതായത് 160 വാട്ടിന്റെ 2 സ്പീക്കറുകൾ മാത്രമല്ല 220 വാട്ടിന്റെ ഒരു ഹെവി സബ് വൂഫറും കൂടി ഇതിൽ കണക്ട് ചെയ്യാം. CA-AS21 ഈ സെറ്റ് HT21 കാഴ്ചയിൽ ഒരുപോലെയാണ് കേട്ടോ. എന്നാൽ ഇവ തമ്മിൽ ചില സാങ്കേതിക വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മോഡലിൽ അഡീഷണൽ ആയിട്ട് 2 കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇതിൽ USB ഓപ്ഷൻ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാ മോഡലുകളിലെയും പോലെ എല്ലാ കൺട്രോൾസും ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീക്വൻസി, സബ് വോളിയം, ട്രെബിള്, ബാസ്, മെയിൻ വോളിയം എന്നിവ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് TDA-7498E എന്ന കരുത്തുറ്റ ചിപ്പാണ്. വളരെ ക്ലിയർ ആയ സൗണ്ടും ഉയർന്ന പവറും ഇത് നൽകുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഒരു കാര്യം ഇതാണ്, ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള സൗകര്യം കമ്പനി നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പോസ് ചെയ്യാനും മോഡ് മാറ്റാനൊക്കെ സാധിക്കും. ഇതിന്റെ പവർ സപ്ലൈ വരുന്നത് DC 15 വോൾട്ട് മുതൽ 36 വോൾട്ട് വരെയാണ് കേട്ടോ. കൂടുതൽ പവർ ലഭിക്കാനായിട്ട് 32 വോൾട്ട് അല്ലെങ്കിൽ 36 വോൾട്ട് 10 ആംപിയർ ഉള്ള പവർ സപ്ലൈ ഉപയോഗിക്കുന്നതാണ് നല്ലത്. DC ജാക്ക് വഴിയോ വശത്തുള്ള ടെർമിനൽ വഴിയോ പവർ നൽകാം. പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ ശ്രദ്ധിക്കണം. ഓരോ ടെർമിനലും എന്തൊക്കെയാന്നുള്ളത് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നോക്കി കൃത്യമായിട്ട് തന്നെ കണക്ഷൻസ് ഒക്കെ കൊടുക്കുക. അതുപോലെ സ്പീക്കർ കണക്ട് ചെയ്യാനും സബ് വൂഫർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. SL6 എഴുതിയ ഭാഗത്ത് വേണം ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സും സബ് വൂഫറും കണക്ട് ചെയ്യാം. ബോർഡിന് മുകളിൽ +APP എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ. വുസി ഓഡിയോ എന്ന മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഈ ആംപ്ലിഫയർ നിയന്ത്രിക്കാം. അതായത് ബ്ലൂടൂത്തിന്റെ പേര് മാറ്റാം, പാസ്വേഡ് സെറ്റ് ചെയ്യാം, ഇക്വലൈസർ സെറ്റിംഗ്സും മാറ്റാം. ഇതാണ് ഈ ബോർഡിന്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബോർഡിൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് കപ്പാസിറ്ററുകളാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള 2 കപ്പാസിറ്ററുകൾ നൽകിയിട്ടുണ്ട്. അത് വോൾട്ടേജ് കൃത്യമായിട്ട് നിലനിർത്താനും നല്ല ബാസ് നൽകാനും സഹായിക്കുന്നു. കൂടാതെ ഇതിൽ വലിയൊരു ഫാനുള്ള ഹീറ്റർ സിങ്ക് കൂടി വരുന്നുണ്ട്. അത് ബോർഡ് അമിതമായിട്ട് ചൂടാകുന്നതും തടയുന്നു. ഈ ബോർഡ് ഉപയോഗിക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഒരു പവർ സപ്ലൈ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പവർ കുറഞ്ഞാൽ സൗണ്ട് ക്ലിയർ ആകില്ല. കുറഞ്ഞത് 24 വോൾട്ട് 5 ആംപിയർ എങ്കിലും ഉപയോഗിച്ചാൽ നല്ല ബാസ് കിട്ടുകയുള്ളൂ. 12 വോൾട്ടിന്റെ ബാറ്ററികൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായ പവർ ലഭിക്കില്ല. കൂടാതെ 4 ഓം മുതൽ 8 ഓം വരെയുള്ള സ്പീക്കറുകൾ ഉപയോഗിക്കാം. സബ് വൂഫറിന് അല്പം വലിപ്പമുള്ള സ്പീക്കർ നൽകുന്നതാണ് ഉചിതം. അതായത് ഒരു 8 തൊട്ട് 10 ഇഞ്ച് വരെ ഉള്ളതാണ് ഉചിതം. അപ്പൊ നമ്മൾ ബോർഡ് അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നോബുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കണക്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുവേണ്ടി കണക്ഷൻസ് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 24 വോൾട്ട് 10 ആംപിയറിന്റെ പവർ സപ്ലൈ ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 സ്പീക്കറും ഒരു സബ് വൂഫറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാട്ട് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
കിടുക്കാച്ചി ആംപ്ലിഫയറിനെ പറ്റി കൂടുതൽ അറിയണമെന്നുള്ളവർക്കും ആവശ്യമുള്ളവർക്കും താഴെ കമന്റ് ചെയ്യാട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു അടിപൊളി ഇൻഫർമേഷൻ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.